ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്ക കൊണ്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചക്ക കുമ്പിളിൻ്റെയും ചക്ക അടയുടെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കുമ്പിളിൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു സബ്സ്ക്രൈബർ നമുക്ക് കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു, ചക്ക കിഴിയുടെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു കമൻറ്റിൽ ചക്ക കിഴിയുടെ റെസിപ്പിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. രശ്മി ചന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് നമുക്ക് കമൻറ്റിലൂടെ ഈ ഒരു ചക്ക കിഴിയുടെ റെസിപ്പി തന്നത്. അപ്പോൾ രശ്മിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് രശ്മി പറഞ്ഞ ചക്ക കിഴി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചക്കയൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 500 ഗ്രാമോളം കാണും. അപ്പോൾ നമ്മൾ ചക്ക കുരുവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ ഒരു 4 വിസിലൊക്കെ ആകുമ്പോഴേക്കും ചക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ചക്കയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 4 വിസിൽ വരെയാണ് നമ്മൾ വേവിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ ശർക്കരയിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഇത് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി ചക്ക കുമ്പിളിൻ്റെയും ചക്ക അടയുടെയും ഒക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഒരു മിക്സിയുടെ കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഈ ചക്ക നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കരുത്. ചക്ക അങ്ങനെ തന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അരിഞ്ഞു കിട്ടും. കാരണം നമ്മൾ ചക്ക ഓൾറെഡി വേവിച്ചെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ചക്കയൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് തന്നെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാനിലേക്ക് മാറ്റാം. ഇനി ഈ ചക്ക നമുക്കൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഈ ചക്കയ്ക്കുള്ളിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര പാനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ചക്കയിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ആ ചക്കയിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര പാനി നമ്മൾ അരിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ശർക്കര പാനിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഈ ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്ലെയിം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ദേഹത്തേക്കൊക്കെ തെറിച്ച് വീഴും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ശർക്കര പാനി ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വീണ്ടും ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഈ ശർക്കര പാനി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ തന്നെ ചക്കക്കിഴി തയ്യാറാക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചക്ക ഒരുപാട് അങ്ങ് വരട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ചക്കക്കിഴിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചക്ക വരട്ടിയതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഈ ചക്ക വരട്ടിയത് നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അരമുറി തേങ്ങ ചെറുതായിട്ടൊന്ന് കൊത്തിയെടുത്തതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ശർക്കര പാനിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കിഴിക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ശർക്കര പാനി വീണ്ടും ചേർത്ത് കൊടുത്ത് ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നിങ്ങൾ ചക്കക്കിഴിക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ഇത് കുറച്ച് ടൈം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ടുള്ള വാഴയിലയൊക്കെ ഒന്ന് എടുക്കാം. അപ്പോൾ ഞാൻ വാഴയില കുറച്ച് വലുതായിട്ടാണ് ഒന്ന് കീറി എടുത്തിരിക്കുന്നത്. വാഴയില കുറച്ച് വലുപ്പത്തിൽ കീറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ വാഴയില കീറിയെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഇതൊന്ന് വാട്ടിയെടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ ചക്കക്കിഴി റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക്
വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒന്ന് വെച്ച് കൊടുക്കുക. മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വാഴയില ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചതിന് ശേഷം ഈ വാഴനാര് കൊണ്ട് തന്നെയാണ് കിഴി കെട്ടിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കിഴി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കെട്ടാം. അപ്പോൾ ആദ്യമേ നമ്മൾ വാഴയില വെച്ച് കൊടുത്തു. ഈ വാഴയിലയുടെ നടുവിലേക്ക് വേണം നമ്മൾ ഈ ചക്കയുടെ മാവ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു മിക്സ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വാഴയില ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് കെട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വാഴയില ഇങ്ങനെ കൂട്ടി കെട്ടുമ്പോഴേക്കും പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ തന്നെ വാഴയില ഒന്ന് വാട്ടിയെടുക്കുന്നത്. പിന്നെ നമ്മളിത് വാഴനാര് കൊണ്ട് തന്നെയാണ് കെട്ടുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കിഴിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കിഴികളും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കിഴികളെല്ലാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ ഈ കിഴികൾ വെച്ചിട്ടുള്ള പാത്രം അതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിതൊന്ന് വേവിക്കാൻ വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഈ കിഴി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ദാ നമ്മുടെ കിഴിയൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ വാഴനാരൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ ദാ നമ്മുടെ ചക്കക്കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വാഴയിലയിൽ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ വാഴയില ഓപ്പൺ ചെയ്യുമ്പോൾ നല്ല ഒരു മണമാണ് വരുന്നത്. ആ ഒരു മണം കൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണെന്ന്. ചക്ക കുമ്പിൾ നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കാറുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ചക്ക കിഴി തയ്യാറാക്കുന്നത്. അപ്പോൾ രശ്മിക്ക് ഒത്തിരി താങ്ക്സ് ഉണ്ട് നല്ലൊരു റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നതിന്. നിങ്ങൾ ഇതുവരെ ചക്കക്കിഴി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു റെസിപ്പിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ചക്കയുടെ സീസണൊക്കെയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്കാണെങ്കിലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും റെസിപ്പീസ് നമ്മുടെ ചാനലിലൂടെ കാണണമെന്നുണ്ടെങ്കിൽ കമൻസ് ഇടുക. അപ്പോൾ ഞാനത് ചാനലിലൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്